വ്യാജ ഹെൽത്ത് കാർഡ് നിർമ്മാണം തൊഴിലാക്കിയ 4-അംഗ സംഘം കുവൈറ്റ് പോലീസിന്റെ പിടിയിലായി. ഭക്ഷ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ദഫ്തർ സഹ എന്ന ആരോഗ്യ കാർഡ് വ്യാജമായി നിർമ്മിച്ചു നൽകുന്ന അറബ് വംശജരെയാണ് ഫർവാനിയിൽ വെച്ച് പോലീസ് പിടികൂടിയത്. ആരോഗ്യ മന്ത്രാലയത്തിന് മെഡിക്കൽ പരിശോധനയോ മറ്റോ കൂടാതെ പണത്തിന് പകരം ഹെൽത്ത് കാർഡുകൾ വിൽപ്പന നടത്തി വരികയായിരുന്നു സംഘം. പ്രതികളിൽ നിന്ന് ഉപയോഗിച്ചു കഴിഞ്ഞ നിരവധി സ്റ്റാമ്പുകളും പണവും മൊബൈൽ ഫോണുകളും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. ദുബൈയുടെ സാംസ്കാരിക പൈതൃകം പേറുന്ന അൽ ഷിന്തക പ്രദേശത്ത് അതിഥി മന്ദിരം നിർമ്മിക്കാൻ നഗരസഭയുടെ തീരുമാനം. ഔദ്യോഗിക അതിഥികളായെത്തുന്നവർക്ക് താമസിക്കാൻ അൽ ഫഹീദി മെട്രോ സ്റ്റേഷനോട് ചേർന്നാണ് മന്ദിരം ഒരുക്കുന്നത്. നഗരസഭയ്ക്ക് കീഴിലെ ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന അതിഥി മന്ദിരത്തിന്റെ രൂപകൽപ്പനയെക്കുറിച്ച് ആലോചിക്കാൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. 13 മുറികളുള്ള അതിഥി മന്ദിരത്തിൽ യോഗങ്ങൾ ചേരാൻ 2 മുറികൾ പ്രത്യേകമായി ഉണ്ടാകും. നഗരസഭയുടെ വിവിധ പദ്ധതികളും സാംസ്കാരിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ മ്യൂസിയവും വിഭാവനം ചെയ്യുന്നുണ്ട്. വിദേശങ്ങളിൽ നടക്കുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിയ പൗരന് സൗദി അറേബ്യയിൽ 7 മാസം തടവ് ശിക്ഷ. തീവ്രവാദ ആശയങ്ങളും ഇറാഖിലും അഫ്ഗാനിലും നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ചുള്ള വാർത്തകളും പ്രചരിപ്പിക്കാൻ വെബ്സൈറ്റ് നിർമ്മിച്ചതിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. ക്രിമിനൽ കോടതി വിധിച്ച ശിക്ഷ അപ്പീൽ കോടതി ശരിവയ്ക്കുകയായിരുന്നു. 1 വർഷം രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്കുമുണ്ട്. വിദേശത്ത് നടക്കുന്ന പോരാട്ടങ്ങളെ പ്രചരിപ്പിക്കാൻ വെബ്സൈറ്റിന് ഡൊമെയിൻ അനുവദിക്കുകയും പോരാളികൾ നടത്തുന്ന വെബ്സൈറ്റ് പ്രവർത്തിക്കാതായപ്പോൾ അതിന് സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തതാണ് ഇയാൾക്കെതിരെയുള്ള പരാതി. ഖുർആൻ പേജുകൾ കീറുകയും മാലിന്യത്തിലിട്ട് അവമതിക്കുകയും ചെയ്ത ഏഷ്യൻ വംശജനെ പിടികൂടിയതായി സൗദി വടക്കൻ അതിർത്തി മതകാര്യ വകുപ്പ് അറിയിച്ചു. കണ്ടെടുത്ത ഖുർആൻ പേജുകൾ വൃത്തിയാക്കി സൂക്ഷിച്ചതായും ഔദ്യോഗിക വക്താവ് തുർക്കി അശ്ശലിൽ പറഞ്ഞു. ദുബൈയിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിക്കാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു. UAE മുഴുവൻ പുകവലിക്ക് നേരത്തെ നിയന്ത്രണമുണ്ടെങ്കിലും നിയമം വ്യാപകമായി ലംഘിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ ഈ നടപടി. ജനങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതി എന്നിവ സുരക്ഷിതമാക്കാനാണ് ഈ നിയമം ഉറപ്പുവരുത്തുന്നതെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹുസൈൻ ലൂത്ത പറഞ്ഞു. നിയമം ലംഘിച്ച് പുകവലിക്കുന്നവർക്ക് കനത്ത പിഴ നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ദുബൈ താമസ കുടിയേറ്റ വകുപ്പ് പൊതുജനങ്ങൾക്കായി 30 മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി തയ്യാറാക്കുന്നു. വിവിധ സേവനങ്ങൾക്കായി നിലവിൽ പുറത്തിറക്കിയ 28 ആപ്ലിക്കേഷനുകൾക്ക് പുറമെയാണിത്. ദുബൈ താമസ കുടിയേറ്റ വകുപ്പിന്റെ സ്മാർട്ട് സർവീസുകളുടെ ആദ്യഘട്ടമായി മെയ് മാസത്തിലാണ് 28 ആപ്ലിക്കേഷനുകൾ അവതരിപ്പിച്ചത്. ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ആപ്ലിക്കേഷനുകൾ അടങ്ങിയ പാക്കേജ് പുറത്തിറക്കിയത്. സ്മാർട്ട് സർവീസിന്റെ 2ാം ഘട്ടമെന്ന നിലയിലാണ് 30 ആപ്ലിക്കേഷനുകൾ കൂടി തയ്യാറാക്കുന്നത്. മൊബൈൽ ഫോണുകൾ, ടാബുകൾ എന്നിവ വഴി വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എളുപ്പത്തിൽ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ഈ സേവനങ്ങൾ. പ്രവാസികളുടെ കുടുംബ വിസ അപേക്ഷകൾ സമർപ്പിക്കാനും സ്റ്റാറ്റസ് അറിയാനും വരെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കഴിയും. ആപ്ലിക്കേഷൻ വഴി 24 മണിക്കൂറും വകുപ്പിന്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് വകുപ്പ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അൽ മാറി പറഞ്ഞു. അപേക്ഷകളിലെ വിവരങ്ങളുടെ രഹസ്യ സ്വഭാവവും അവയുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന വിധമാണ് ഓരോ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ടുള്ളത്. ദുരുപയോഗത്തിനുള്ള പഴുതടച്ചാണ് ഓരോ ഘട്ടവും കൈകാര്യം ചെയ്തിരിക്കുന്നത്. വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അപേക്ഷകളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 8.88% വർധനയുണ്ടായിട്ടുണ്ട്. ഈ വർഷം 3,10,00,000-ലേറെ അപേക്ഷകളാണ് വകുപ്പിലെത്തിയതെന്നും ഡയറക്ടർ ജനറൽ അറിയിച്ചു. മീഡിയ 1 ദുബായ്. ശമ്പളം നൽകാത്ത കമ്പനി മേധാവിയെ കുത്തിക്കൊന്ന കേസിൽ യുവാവിന് അജ്മാൻ ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. ക്ലീനിംഗ് കമ്പനി തൊഴിലാളിയായ 28-കാരനാണ് കോടതി വധശിക്ഷ വിധിച്ചത്. ബംഗ്ലാദേശ് സ്വദേശിയായ യുവാവ് അതേ നാട്ടുകാരനായ കമ്പനി മേധാവിയെ താമസ സ്ഥലത്ത് ചെന്ന് കുത്തിക്കൊല്ലുകയായിരുന്നു. ശമ്പളം നൽകാതെ ബുദ്ധിമുട്ടിച്ചതിനു പുറമെ കമ്പനിയിൽ നിന്ന് താൻ ഒളിച്ചോടിയെന്ന് വ്യാജ പരാതി നൽകിയതിന്റെ വിരോധം തീർക്കാനാണ് മേധാവിയെ താൻ കുത്തിക്കൊന്നതെന്ന് പ്രതി കോടതിയിൽ സമ്മതിച്ചു. അജ്മാനിലെ കറാമയിലാണ് കേസിനാസ്പദമായ സംഭവം. ആഭ്യന്തര തീർത്ഥാടകർക്കായി സൗദി ഹജ്ജ് മന്ത്രാലയം ഏർപ്പെടുത്തിയ ചെലവ് കുറഞ്ഞ ഹജ്ജ് പദ്ധതിക്ക് 5000 റിയാലിൽ കൂടുതൽ ഈടാക്കരുതെന്ന് ഹജ്ജ് കമ്പനികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. 2500 റിയാൽ മുതൽ 5000 റിയാൽ വരെയുള്ള 7 കാറ്റഗറിയായി തരംതിരിച്ച് ചെലവുകളുടെ താരിഫും മന്ത്രാലയം പുറത്തുവിട്ടു. 41,000 പേർക്കാണ് ഇത്തവണ ചെലവ് കുറഞ്ഞ ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിക്കുക. കഴിഞ്ഞ വർഷം 17,000 പേരാണ് ഈ പദ്ധതിയിൽ ഹജ്ജ് നിർവഹിച്ചത്. കുറഞ്ഞ വേതനം ലഭിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഹജ്ജിനുള്ള അവസരം ലഭ്യമാക്കാനാണ് ചെലവ് കുറഞ്ഞ ഹജ്ജ് പദ്ധതി ആവിഷ്കരിച്ചത്. കൊറോണ, എബോള വൈറസുകൾ പ്രതിരോധിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ബഹ്റൈനിൽ ശക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങൾ വഴി രാജ്യം ഇത്തരം വൈറസുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാണെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. മുനിസിപ്പൽ ആരോഗ്യ മന്ത്രാലയങ്ങളോട് ഇക്കാര്യം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അലി ബിൻ ഖലീഫ അൽ ഖലീഫ നിർദ്ദേശിച്ചു. എബോള വൈറസ് ബാധിച്ചുവെന്ന് സംശയിക്കുന്ന സൗദി പൗരൻ ജിദ്ദയിൽ മരിച്ചു. ആദ്യമായാണ് സൗദിയിൽ എബോള വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് തിരിച്ചെത്തിയ ഇയാൾക്ക് പനി ബാധിച്ചതിനെ തുടർന്ന് ജിദ്ദയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇയാളുടെ രക്തസാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചതിനെ തുടർന്ന് എബോള വൈറസ് ബാധിച്ചെന്ന് സംശയിക്കുകയായിരുന്നു. വിഷമാവസ്ഥയിലായതിനെ തുടർന്ന് രോഗിയെ ആഭ്യന്തര മന്ത്രാലയം നിയന്ത്രിത സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടെ മരിക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. സുഡാനിലെ പ്രളയബാധിതർക്ക് ദുരിതാശ്വാസ സഹായമായി ഖത്തറിലെ ഈദ് ചാരിറ്റി 2 ലക്ഷം റിയാൽ നൽകി. കഴിഞ്ഞ ആഴ്ചയാണ് സുഡാനിലെ നഹർ അന്നീർ സംസ്ഥാനത്ത് വെള്ളപ്പൊക്കം ദുരിതം വിതച്ചത്. 11 പേരുടെ മരണത്തിനിടയാക്കിയ പ്രളയത്തിൽ 100 കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടമായിരുന്നു. പ്രളയബാധിതരായ 1100 പേർക്ക് സഹായമെത്തിക്കാൻ ഈദ് ചാരിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഖത്തർ എയർവേസിന്റെ കീഴിലെ ഖത്തർ ഡ്യൂട്ടി ഫ്രീ നടത്തിയ 16ാമത് മില്യനെയർ നറുക്കെടുപ്പിൽ $1 മില്യൺ സമ്മാനത്തിന് മലയാളി അർഹനായി. ദോഹ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന നറുക്കെടുപ്പിലാണ് മലയാളിയായ ഡോൺ തോമസ് ചൊവ്വല്ലൂരിന് $1 മില്യൺ സമ്മാനമായി ലഭിച്ചത്. ഖത്തറിൽ ഇതുവരെ എബോള വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സുപ്രീം ഹെൽത്ത് കൗൺസിൽ വ്യക്തമാക്കി. വൈറസ് ബാധയ്ക്കെതിരെ ഖത്തർ ആരോഗ്യ വകുപ്പും UN ആരോഗ്യ സംഘടനയും ചേർന്ന് ശക്തമായ നിരീക്ഷണവും മുൻകരുതലും സ്വീകരിച്ചു വരുന്നതായും സുപ്രീം ഹെൽത്ത് കൗൺസിൽ അറിയിച്ചു. പ്രാപ്പിടിയൻ പക്ഷികളുടെ സൗന്ദര്യ മത്സരത്തിന് അബുദാബിയിൽ വേദിയൊരുങ്ങുന്നു. അടുത്ത മാസം 10 മുതൽ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന അന്താരാഷ്ട്ര നായാട്ട് പ്രദർശനത്തിലാണ് കൗതുകമുണർത്തുന്ന മത്സരം അരങ്ങേറുക. കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ള പക്ഷിയെയും വലിപ്പം കൂടിയവയും കണ്ടെത്താൻ 4 ഇനങ്ങളിലായാണ് മത്സരം. പ്രാപ്പിടിയന്മാരെ വളർത്തുന്നവരെ മത്സരത്തിലേക്ക് ക്ഷണിച്ച് സംഘാടകർ കത്തയച്ചു തുടങ്ങി. 80 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാപ്പിടിയന്മാർ മേളയിൽ മാറ്റുരയ്ക്കും. അറബ് പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് അൽ നഹ്യാൻ തുടക്കമിട്ടതാണ് അന്താരാഷ്ട്ര നായാട്ട് പ്രദർശനം. റെയിൽവേ പ്രതിരോധ മേഖലകളിൽ കൂടുതൽ വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. പ്രതിരോധ മേഖലയിലെ വിദേശ നിക്ഷേപം 25% നിന്ന് 49% ഉയർത്തിയത്. റെയിൽവേയുടെ നിർമ്മാണ മേഖലയിലാണ് വിദേശ നിക്ഷേപം അനുവദിക്കുക. ബാലാവകാശ നിയമം ഭേദഗതി ചെയ്യാനും മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായി. ഇതനുസരിച്ച് 16 വയസ്സിന് മുകളിലുള്ളവർക്ക് മുതിർന്നവർക്കുള്ള ശിക്ഷ നൽകും. നേരത്തെ പ്രായപരിധി 18 വയസ്സായിരുന്നു. അതേസമയം ഇവർക്ക് ജീവപര്യന്തമോ വധശിക്ഷയോ നൽകരുതെന്നും പുതിയ നിയമത്തിൽ ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിൽ 600ഓളം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. ചെറിയ സംഭവ വികാസങ്ങളിൽ നിന്നാണ് വർഗീയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുള്ള മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നതെന്നും ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഉത്തർപ്രദേശിലുണ്ടായ വർഗീയ സംഘർഷങ്ങളിൽ 200-ലധികവും നടന്നത് അടുത്ത മാസങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട 12 നിയമസഭാ മണ്ഡലങ്ങളിലാണെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ കണ്ടെത്തൽ. മണ്ഡലങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ നടന്ന സംഭവങ്ങൾ കൂടി കണക്കിലെടുത്താൽ 400-ലധികം വർഗീയ സംഘർഷങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ദളിത് വംശജരും മുസ്ലിങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന പ്രദേശങ്ങളിലാണ് വർഗീയമായ ചേരിതിരിവിലേക്ക് നയിക്കുന്ന പ്രകോപനപരമായ സംഭവങ്ങൾ ഏറെയും ഉണ്ടായിട്ടുള്ളത്. BJP, SP, BSP എന്നീ പാർട്ടികൾക്ക് ഈ പ്രകോപനം സൃഷ്ടിക്കുന്നതിൽ കാര്യമായ പങ്കുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പശ്ചിമ യുപിയിലെ ഷാജഹാൻപൂർ നഗർ, ഖൈറാന, ബിജ്നൂർ, താക്കൂർവാഡ, ഗൗതം ബുദ്ധ നഗർ എന്നീ മണ്ഡലങ്ങളിൽ മാത്രം 259 വർഗീയ സംഘർഷങ്ങൾ ഈ 2 മാസങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ കുപ്രചരണങ്ങളുടെ പേരിലാണ് മൊബിലൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. അതിൽ ചില സ്ഥലങ്ങളിൽ ചില റൈറ്റ് വിങ് ഓർഗനൈസേഷനുകളുടെ പങ്കുകൾ ഞങ്ങൾ കാണാനുണ്ട്. ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സോ അത്തരത്തിലൊരു ഡിസൈൻ ഇതിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുമാനം. അതായത് ഇപ്പോൾ UPയിൽ നടക്കുന്നതും നടക്കാൻ സാധ്യതയുള്ളതുമായ പ്രശ്നങ്ങൾക്ക് ഒരു ഗൂഢാലോചനയുടെ ഒരു പരിവേഷം ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തുള്ള ഒരു നിഗമനം. ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങളുടെ സ്റ്റോറികളും അതിനനുസരിച്ചുള്ള തെളിവുകളും സഹിതമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ നിസ്സാരമായ തർക്കങ്ങളിൽ നിന്നാണ് വർഗീയ സംഘർഷങ്ങൾ തുടങ്ങുന്നതെന്നും ഒരു വിഭാഗം മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പശ്ചിമ UPയിൽ കഴിഞ്ഞ വർഷം വർഗീയ സംഘർഷം നടന്ന മുസഫർനഗർ മേഖലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12-ൽ 11 സീറ്റും വിജയിച്ചത് BJP ആണ്. തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് ഈ വർഗീയ സംഘർഷങ്ങളെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. മീഡിയ 1, ഡൽഹി. ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.